അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാല് കർക്കിടക മാസം ആവാനായല്ലോ. ഇപ്പോ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം കർക്കിടം തുടങ്ങാന്. അപ്പൊ ആ ഒരു കർക്കിടക മാസത്തിലെ ആ ഒരു പഴയ ഓർമ്മകൾ അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കർക്കിടം വരുമ്പോൾ, അതായത് ഓരോ പ്രത്യേകിച്ച് ഓരോ കാലം വരുമ്പോൾ ഓരോ പ്രത്യേകിച്ച് ചില മാസങ്ങളിൽ ഒക്കെ നമുക്കൊരു ഒരു പ്രത്യേകത ആണ്. അതായത് കർക്കിടം അല്ലെങ്കിൽ ഓണത്തിന്റെ മാസങ്ങളൊക്കെ അങ്ങനെ പലതിലും. അപ്പൊ നമ്മളേലും കർക്കിടത്തിന്റെ വിശേഷങ്ങൾ, ആ ഒരു പണ്ടത്തെ ഓർമ്മകൾ അമ്മ അവിടെ ഉണ്ട്. അപ്പൊ അമ്മ അത് നമുക്ക് വേണ്ടിയിട്ട് ഇത് പങ്കുവെക്കാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കർക്കിടക മാസം എന്ന് പറയുന്നത് തന്നെ മഴയാണ്. വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് കടക്കുകയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ, കോരിച്ചെരിയുന്ന മഴ. ഇനി കർക്കിടക മാസം പറഞ്ഞാൽ അങ്ങനെ ഇടി ഉണ്ടാവും. ഇനി കർക്കിടത്തിലാണ് ഇടി അല്ലേ? ആ കർക്കിടത്തിലാണ് ഇടി. അപ്പോഴാണ് കൂനൊക്കെ മുളയ്ക്കുക. പണ്ട് വെറുതെ കാലം, ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന കാലമാണ്. അന്ന് ഇന്നത്തെ പോലുള്ളതില്ലല്ലേ? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വഴിയടിച്ചാലും കൂടി ചക്കയും മാങ്ങി ഒലിച്ചു പോയിരുന്നു. അപ്പം അന്നത്തെ മാതിരിയുള്ള മഴ തന്നെ വെയിലില്ല. ഇന്നത്തെ മാതിരിയല്ല. അന്ന് മരങ്ങളും പാടത്തൊക്കെ വെള്ളം വരുന്ന കാലമാണ്. പുഴവെള്ളമൊക്കെ വരും പാടത്ത്. അന്നത്തെ കാലത്ത് പാടും തോടും കൃഷിയൊക്കെ ഉള്ള കാലമാണ്. കൃഷിയൊക്കെ വെള്ളത്തിൽ പോവും. അതൊക്കെ അത് നല്ല ഉള്ളൊരു കാലം അല്ലേ? നല്ല ഉള്ള കാലമാണ്. ഇന്നിപ്പോ കൃഷിയൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ അന്ന് എങ്ങനെയാണ് ഇപ്പൊ അന്നത്തെ ആ ഒരു കുട്ടിക്കാലത്ത് വരുമ്പോ അന്നത്തെ ആ ഒരു സ്കൂൾ പോക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ? അത് സ്കൂളൊക്കെ ഉള്ള സമയം തന്നെയാണല്ലോ. ആ സ്കൂളുള്ളത് ഞങ്ങളൊക്കെ ആ മഴ അതാ കാക്കോടയൊക്കെ ഉണ്ടാവും. അന്ന് ചീലക്കോട ഇല്ല, കാക്കോടയാണ്. ചീലക്കോട ഉള്ളവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കാക്കോടയായിരുന്നു. ഞങ്ങൾ അന്നൊക്കെ കുട്ടികാലത്ത് ചെമ്മാട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ കർക്കിടക മാസത്തിലാണ് പിന്നെ ശീബോധിക്ക് വേണ്ട സാധനങ്ങൾ വെക്കൽ. എല്ലാ സാധനങ്ങളും ആ കർക്കിടത്തിന് മുമ്പാണ് വീടൊക്കെ തട്ടിയടിക്കുക. അത് വിതന മാസത്തിലാണ് തട്ടിയടിക്കൽ. പണ്ടത്തെ മരങ്ങളല്ല ഇന്നത്തെ മാതിരി കീഴോട്ട് തുറക്കലല്ല. അന്നൊക്കെ പാറത്തിന്റെ ഇട്ടിട്ട് കഴുകുക ചെയ്യുക. അങ്ങനെയാണ് ഇതാക്കിയിരുന്നല്ലേ? നിലമൊക്കെ ചാണട്ട് പഠിക്കുക ചെയ്യുക. അന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. അന്ന് ചാണകമാണ് നില അല്ലേ? അന്ന് ചാണകമാണ് നില. ഇപ്പം അതല്ല. ഇന്നൊക്കെ ടൈൽസാണ്. ചാണകത്തിന്റെ നിലത്താണ് ചമർപ്പടി ഇട്ടിരുന്ന് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇന്നിപ്പം മേച്ചേമ്പിൽ ഇരുന്നിട്ടാണ്, മേച്ചേമ്പിൽ കസാല ഇട്ടിരുന്നിട്ട് അന്ന് ഇന്നത്തെ ഭക്ഷണം കഴിക്കൽ. ആ കല്യാണങ്ങൾക്ക് വരെ പന്തിപ്പായ ഇട്ടിട്ടാണ് ഇരിക്കുക. സദ്യക്ക്? ആ സദ്യക്ക് വലിയ പന്തിപ്പായ ഉണ്ടാവും. അത് നീട്ടി വിരിക്കുക. ഒരു 10-15 ആക്കി ഇരിക്കാൻ തക്ക പന്തിപ്പായ. അവിടെ പന്തലൂരുണ്ടായിരുന്നു ആ പായൊക്കെ. ഞങ്ങളെ തറവാട്ട് വീട്ടില്, അതായത് പന്തലൂരിലുള്ള തറവാട്ട് വീട്ടില് അവിടെ വാങ്ങിയിരുന്നു വലിയ പന്തി പായ. അത് ഇങ്ങനെ ഈ മറ്റു കല്യാണ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, വേറെ വീടുകളിൽ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. ആ ഒരു പന്തിപ്പായ, അതാണ് അമ്മ പറഞ്ഞ ആ ഒരു പായ അവിടെ പന്തലൂരുണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ രാവിലെ തന്നെ നീച്ച് കുളിക്കുക ചെയ്യുക. കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ശീബോധിക്ക് വെച്ചതിന് ശേഷം അമ്പലത്തിലൊക്കെ പോകുള്ളൂ. അങ്ങനെയാണല്ലേ? കുളിക്കൽ പിന്നെ കുളത്തുനിന്നാണ്. ഇല്ലെങ്കിൽ കുളമില്ല തർക്ക തോട്ടില്. ഞങ്ങളൊക്കെ അമ്പലക്കുളത്ത് നിന്നാണ് കുളിച്ചിരുന്നത്. കർക്കിടകത്തിന് മുങ്ങിക്കൂടി പ്രധാനമാണ്. ഇന്നിപ്പോ കുളിമുടി നല്ല കുളിക്കല്. ഞങ്ങളൊക്കെ കുളത്ത് പോയാൽ ഞങ്ങളൊക്കെ നീതി തൊട്ട് കുളിക്കും. നീതിയിൽ കുളിച്ചിട്ട് കുറേ നേരം കുളിച്ചിട്ടൊക്കെ ഞങ്ങൾ വരിക. അന്ന് തന്നെ ചെറുപ്പത്തിൽ നീന്താനൊക്കെ പഠിച്ചിരുന്നു അല്ലേ? ആക്കി നീന്താനൊക്കെ അറിയാം. അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ചായ കുടിക്കുള്ളൂ. അതിൻ്റെ ശീബോധിക്ക് അതിൻ്റെ ഒപ്പ് വയ്ക്കും. കിണറ്റിന്ന് ആദ്യം കോരുന്ന വെള്ളമാണ് ശീബോധിക്ക് വയ്ക്കുക. വെള്ളം കോരണല്ലേ? അന്നൊക്കെ വെള്ളം കോരിയിട്ട് ആദ്യത്തെ വെള്ളം ശീബോധിക്ക് വയ്ക്കുക. എൻ്റെ അമ്മയാണ് ശീബോധിക്ക് വയ്ക്കുക. ഞങ്ങളൊക്കെ അന്നൊക്കെ കുട്ടികളാണ്. പിന്നെ ഇപ്പൊ കർക്കിടക മാസത്തിൽ അപ്പൊ നമ്മളെ ഒരു ഇത് രാവിലത്തെ കുളി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ ഉച്ച സമയത്തെ കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെയായിരുന്നു? ഉച്ചയ്ക്ക് അന്നൊക്കെ കഞ്ഞിയാണ് വെക്കുക. നല്ല നെല്ലുത്തേരിയുടെ കഞ്ഞിയാവും. കൂടുതലും കഞ്ഞിയാണ് അല്ലേ? കൂടുതലും കഞ്ഞിയാണ് എല്ലാ വീട്ടുകളിലും. പിന്നെ കഞ്ഞി ഉണ്ടാവും. അന്ന് ചക്കക്കാലും അല്ലേ? ചക്കേനെ കൂട്ടാൻ, മാങ്ങേൻ്റെ സമ്മന്തി, ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ അതല്ല. ഏത് ഇതില്ലെങ്കിലും കൂട്ടാൻ, ഇല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ചോറല്ലേ? ചോറും ഇടയ്ക്ക് ഉണ്ടാവൂലേ അന്ന്? അല്ലാത്തൊക്കെ നെല്ലുള്ള കാലമാണ്, നെല്ലുത്തേരി ഉള്ള കാലമാണ്. കഞ്ഞി വയ്ക്കുക. അന്നുണ്ട് ഈ എണ്ണച്ചൂടിയൊക്കെ.
കർക്കിടക മാസത്തിൽ അതൊരു പ്രധാനം അല്ലേ? ഉണ്ട്. ഞങ്ങളെ ചെമ്മാട്ടൊക്കെ കുളം അങ്ങേ പറമ്പിൽ കുളമുണ്ട്. ഞങ്ങളൊക്കെ പാടത്തുനിന്നാ കുളിക്കുക. പാടത്ത് വെള്ളം മട്ടം മുറ്റി നിൽക്കും. പുഴയിലെ വെള്ളമൊക്കെ പാടത്തേക്ക് വരും. ഞങ്ങൾ തൊടിയിലേക്കൊക്കെ കടക്കും വെള്ളം. അതൊക്കെ പിന്നെ തെറ്റി തുളത്തി ചെമ്പരത്തിൻ്റെ പൂവൊക്കെ ഇട്ടിട്ടാണ് വെളിച്ചെണ്ണ നീരാട്ട് തേക്കുക. അതാണിപ്പോ ആ എണ്ണ വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ അമ്മ ആ എണ്ണ കാച്ചും. പിന്നെ നമ്മള് ചെമ്പരത്തി ഒക്കെ ഇട്ടുള്ള ആ ഒരു ഇത്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആ ഒരു കാച്ചിയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മള് വൈദ്യശാലയിൽ നിന്നൊക്കെ വാങ്ങിക്കും. എന്നാലും ആ ഒരു കാച്ചിയ എണ്ണ തന്നെയാണ് ഇപ്പോഴും. അത് ആ ഒരു ശീലം മാറിയിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഉണ്ടാ ശീലം. അന്നൊക്കെ ഉച്ചയ്ക്ക് സ്കൂളുള്ള സമയത്ത്, സ്കൂളില്ലാത്ത സമയത്ത് ചേമ്പ് പുഴുങ്ങിയതൊക്കെ പലതും തൊടിയിലുണ്ടാവും. അതൊക്കെയാണ് ആ ആ ആ അതെപ്പോ ഈ നമ്മള് 4 മണി സമയത്ത് കഴിക്കാം. 4 മണിക്ക് സന്ധ്യയ്ക്ക് ആ കാലത്തൊക്കെ വിളക്ക് വെച്ചിട്ട് നാമം ചെല്ലണം. നാമം ചൊല്ലി കഴിഞ്ഞിട്ട് അന്നൊക്കെ ചോറ് കൂട്ടണം. അന്നൊക്കെ രാത്രി പ്രധാനമായിട്ട് കഞ്ഞി തന്നെയാണ്. ഇടയ്ക്കൊക്കെ അമ്പലത്തിലും പോകും. സന്ധ്യ സമയത്ത് അല്ലേ? അമ്പലം കുറച്ച് വിട്ടാണ്. ആ കർക്കിടക മാസത്തിലാണ് രാമായണം വായന. അതൊരു പ്രധാനം അല്ലേ? അതൊരു പ്രധാനം. അതെല്ലാ വീട്ടിലും വായിക്കും. കർക്കിടക മാസം മുഴുവൻ അത് വായിച്ചു തീർക്കണം. ചിങ്ങമാസം വരുമ്പോഴേക്കും വെച്ചേക്കരുത്. മുഴുവൻ കർക്കിടകത്തിൽ തന്നെ കർക്കിടക ഉടുവിന് ഇത് വായിച്ചു കഴിക്കുക. ഒക്കെ തീർക്കും. തീർക്കണം. 6 കാണും അങ്ങനെ തീർക്കണം. കർക്കിടക മാസം 1-ാം തീയതി ഉണ്ട് ഒരു കലിയൻ കൊടുക്കല്. അത് ഭയങ്കര വലിയ പ്രധാനം അല്ലേ? വലിയ പ്രധാനമാണത്. ആദ്യത്തെ പിന്നെ ആണ്ടറിയാണ്. പിന്നെയല്ലേ ഓണം വരലു. ആ വാഴപ്പടയിൽ പിന്നെ കന്നും കാടയൊക്കെ ഉണ്ടാക്കും. പിന്നെ പ്ലാവിന്റെ ഇലയില്ലേ? കോണി അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് അത് പ്ലാവിന്റെ ചുവട്ടിലാണ് ഉണ്ടാക്കിയ. ഈ ചോറും പ്ലാവിന്റെ ചുവട്ടിലാട്ട് കയ്യനെ കൊടുത്ത് ആർക്കാൻ തന്നെ. അതിന് ചക്ക ഉണ്ടാവും. ആ കാലത്ത് ചക്ക ഉണ്ടാവും. ചക്കയും ചോറും അല്ലേ? അങ്ങനെയല്ലേ പറച്ചില്ലേ? ചക്കയും ചോറും കടിയന് തിന്നു പോവാനൊക്കെ പറയും. കർക്കിടക മാസത്തിൽ അന്ന് മുഴുവനായിട്ടും പച്ചക്കറി ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ മീനും ഇതൊക്കെ വാങ്ങുള്ളൂ അല്ലേ? അത് കഴിഞ്ഞിട്ടേ വാങ്ങുള്ളൂ. നേരത്തെ മാരിയുടെ അന്ന് ചിട്ടിയും കാര്യമൊക്കെ മുടങ്ങാതെ പോരും. അതൊന്നും മുടക്കില്ല അല്ലേ? അതൊന്നും മുടക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കർക്കിടക മാസത്തിലെ അല്ലേ? കർക്കിടക മാസത്തിലെ കാര്യം. അങ്ങനെയൊക്കെയാണ് അമ്മേന്റെ കർക്കിടക മാസത്തിലെ ഓർമ്മകൾ. അപ്പൊ വെച്ചാൽ കർക്കിടക മാസമായി, ഇനിയിപ്പോ അതുകൊണ്ട് ഇനി ഓണം വരാനായി. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ആ ഒരു ഓർമ്മകളാണ് പഴയ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തത്. ഇന്നിപ്പൊക്കെ കാര്യങ്ങൾ മാറി. എന്നാലും ഇപ്പോൾ അതെ, ഇപ്പോഴും എനിക്കെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ ഏറ്റവും ഈ ഒരു ഓർമ്മയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒന്ന് ഇതെന്ന് വെച്ചാൽ ഈ കലിയനൊടുക്കല്. നമ്മൾ ആ ഒരു വൈകുന്നേരം നേരത്ത് ഞങ്ങൾ വെച്ചാൽ അങ്ങനെ അമ്മ പിന്നെ ചെമ്മാട്ടത്തെ ഓർമ്മകളൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ആകുമ്പോൾ പന്തലൂര് മഞ്ചേരിക്കടുത്ത് അവിടെ എങ്ങനെ വെച്ചാൽ പിന്നെ നല്ല രസമാണ്. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ പന്തലൂർ ഭഗവതി ക്ഷേത്രം ഉണ്ട്. അപ്പൊ ഞങ്ങള് ഒരു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ സ്കൂൾ ഇല്ലാത്ത ദിവസമാണെങ്കിലും അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ 1-ാം തീയതി വരുന്നതിനനുസരിച്ച് അപ്പോൾ നേരെ ആ ഒരു വൈകുന്നേരത്തെ ഒരു സന്ധ്യയോട് കൂടി തന്നെ ഉച്ചയ്ക്ക് ശേഷം തന്നെ തുടങ്ങും ആ ഒരു കല്യാണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അവിടെ പിന്നെ പ്ലാവ് ഉണ്ട്. ഞങ്ങളെ അവിടെ ആ ഒരു തറവാട്ട് വീട്ടിൽ ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട്. അപ്പൊ പ്ലാവിന്റെ ആ ഒരു നമ്മൾ പ്ലാവിലും എടുത്തിട്ടും പിന്നെ അതേപോലെ വാഴേൻ്റെ എടുത്തിട്ടൊക്കെ നമ്മൾ ഏണി, കോണി അങ്ങനെ പല രൂപത്തിൽ ഒക്കെ ഉണ്ടാക്കുമല്ലോ. തൊഴുത്ത് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി ആ പണ്ടത്തെ ഒരു കൃഷിന്റെ ആ ഒരു ഓർമ്മകളാണത്. അപ്പൊ ആ ഒരു അതൊക്കെ ഉണ്ടാക്കി പിന്നെ അന്നത്തെ ദിവസം എന്തായാലും ചക്കക്കൂട്ടൻ ഉണ്ടാവും. ഇതിങ്ങനെ വൈകുന്നേരം കൊടുക്കണല്ലോ. അപ്പോൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കുക ഈ ചക്കക്കൂട്ടൻ, ഇങ്ങനെ കല്യാണം കൊടുക്കാനുള്ളത്. പിന്നെ പിന്നെ ആ അന്നത്തെ ദിവസം രാത്രി പിന്നെ അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ നമ്മൾ കഴിക്കില്ലല്ലോ. ആദ്യം ഇങ്ങനെ കല്യാണം കൊടുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെതാണ് ആ ഒരു സമയം. അതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കൊടുക്കൽ ഉണ്ട്. ആ പ്രാവശ്യം നല്ല മഴ ഉണ്ടാവും. ആ ഒരു സമയത്ത് എന്തായാലും മഴ ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് ആ സന്ധ്യ സമയത്ത്. അതും കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ഈ കല്യാണം കൊടുക്കൽ അവിടെ പിന്നെ നല്ല വെള്ളമൊക്കെ ഉള്ള സമയമല്ലേ, ഇങ്ങനെ ചാലുണ്ട്. അപ്പോൾ വെള്ളം ഒഴുകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ നേരെ പോയിട്ട് കുളത്തിൽ പോയിട്ട് വീണ്ടും ഒരു ചാടി മുങ്ങിക്കുളി ഉണ്ട്. നീന്തി കുറേ സമയം. അത് കഴിഞ്ഞിട്ട് നല്ല സമയമാവും. അപ്പോഴേക്കാണ് പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം നേരെ അമ്പലത്തിൽ, അപ്പോഴേക്ക് ഏകദേശം അമ്പലത്തിൽ പൂജയൊക്കെ കഴിയാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. ആ ഒരു രസം ഇപ്പോഴും ഇങ്ങനെ ഒരു ഓർമ്മയിലുണ്ട്. അപ്പൊ അത് അവിടുന്ന് പിന്നെ അമ്പലത്തിൽ തൊഴിലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നേരെ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വരിക. അന്നത്തെ ഒരു ദിവസം അങ്ങനെയാണ്. അന്ന് പിന്നെ ഒരു ആകെ നമ്മൾ പറയില്ല ഒരു ജഗ പുകയാണ് അന്നത്തെ ഒരു ഇത്. അപ്പോൾ കർക്കിടകത്തിൽ അങ്ങനെ ഒരു ഇത് പിന്നെ നമുക്കും ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്തും അതെ അത്യാവശ്യം ആ ഒരു പഴയ ഒരു പഴമേൻ്റെ ഇതൊക്കെ കുറേശ്ശെ ഇങ്ങനെ മുഴുവനായിട്ട് പോയിട്ടില്ല. അപ്പൊ ആ ഒരു
രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നാട്ടിൻപുറമാണല്ലോ, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ ആഘോഷിച്ചിരുന്നത് കർക്കിടത്തിൻ്റെത്. പിന്നെ എപ്പോഴും തന്നെ ഈ ഒരു മഴേൻ്റെ ഇത്, കർക്കിടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതാണ്, ആ ഒരു ഭയങ്കര കറുത്ത് ഇരുണ്ട് ആയിരിക്കും എപ്പോഴും ആ ഒരു പ്രകൃതി. പിന്നെ മരങ്ങളൊക്കെ കാണുമ്പോൾ എപ്പോഴും നല്ല രസമാണ്. ഈ ചെടികളും മരങ്ങളൊക്കെ നല്ല, നമ്മൾ പറയില്ലേ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പച്ച കളറിൽ, അങ്ങനെ അത്രയും നല്ലൊരു പ്രകൃതിക്ക് അങ്ങനെയാണ്, അത് കാണാൻ രസമാണ് പ്രകൃതി അങ്ങനെ. പിന്നെ തോടും പുഴയും എല്ലാം നിറഞ്ഞ് ആ ഒരു വെള്ളത്തോടു കൂടി പ്രകൃതി അങ്ങനെ കാണാനാണല്ലോ രസം. നമുക്കിപ്പോ മറ്റേ വേനലായിട്ട് ഉണങ്ങി മരങ്ങളൊക്കെ ഇല ഒഴിഞ്ഞു നിൽക്കുന്നതും, അല്ലെങ്കിൽ ഈ തോട്ടിലൊക്കെ വെള്ളം കുറഞ്ഞ് പറ്റതായി കാണുന്നത്, അതിലേറെ കാണാൻ ഭംഗി പ്രകൃതിക്ക് ഇങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോ ഞാനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ക്യാമറ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എവിടെ പോലും നല്ലൊരു വിഷ്വലിന്റെ ഒരു ഭംഗി എപ്പോഴും നമുക്ക് പ്രകൃതിക്ക് കിട്ടാം ആ ഒരു ഇതുപോലെ മഴക്കാലത്താണ്. അത് പ്രത്യേക ഒരു ഇതാണ് ആ ഒരു കാഴ്ച. വേനൽക്കാലത്ത് നമുക്ക് ആ ഒരു സൂര്യന്റെ തെളിവും ആ ഒരു വെയിലൊക്കെ അറക്കുമ്പോഴുള്ള ആ ഒരു ഉദിക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി ഉണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേക രസമാണ് മഴക്കാലത്ത്. കർക്കിടക മാസത്തിൽ, കർക്കിടകത്തിൽ ഇടിയും പിന്നെ ഇതേമാതിരി കൂന്റെ ആ ഒരു ഇത് ഒക്കെ കൂടി എല്ലാ ഓർമ്മകളും രസമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകൾ എപ്പോഴും ഒന്ന് പങ്കുവെക്കാറുണ്ട്, അത് ഭയങ്കര ഒരു രസമുള്ള സംഗതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണല്ലോ നമുക്ക് പഴമക്കാരെ ആ ഒരു ഓർമ്മകളും അമ്മേന്റെ ഒക്കെ കിട്ടിയതും അങ്ങനെയൊക്കെയുള്ള നമ്മള് കർക്കിടക ഓർമ്മകൾ, പഴയ ഓരോ ഓർമ്മകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.